മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ സയൻസ്, കൊമേഴ്സ് വിഭാഗങ്ങളിലെ ഓരോ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5 വീതം വിദ്യാർത്ഥികളെയാണ് ബ്രിഗേഡ്സുകളാക്കി മാറ്റുന്നത്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ സയൻസ് വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും പര്യവേഷണവും ജ്വലിപ്പിക്കുന്നതിനും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി ഭാവിയിലെ സംരംഭകരെയും സാമ്പത്തിക മാന്ത്രികരെയും യുവസംരംഭകരെയും വളർത്തുന്നതിനുമായി കോൺക്ലേവിലൂടെ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഫസ്റ്റ് ഫ്രണ്ട് ഒക്കെ നിങ്ങളുടെ അമ്മയാവുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അമ്മ ഇത് കേട്ടപ്പോൾ അമ്മയ്ക്കൊരു ഈ കുഞ്ഞിന് എങ്ങനെ പറ്റിയ ഒരു പരിഭ്രമമാണ് തോന്നിയത്. ബിക്കോസ് ഹി ഈസ് വെരി ടു സ്മോൾ. പക്ഷെ അമ്മ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി എന്തിനും വേദന എടുക്കുന്നത് നിങ്ങളുടെ അമ്മമാരായിരിക്കും. അങ്ങനെ അമ്മ ചെന്ന് സംഘാടകരോട് പറഞ്ഞു. സംഘാടകർ ആദ്യം മടിച്ചു. ബിക്കോസ് ഈ കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്. പക്ഷെ അവൻ പ്രാക്ടീസ് ചെയ്യട്ടെ, അവൻ പഠിച്ചിട്ടില്ലെങ്കിലും ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യട്ടെ. ദ വേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി, നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസ അവസരങ്ങൾ കുട്ടികൾക്ക് ഒരുക്കുമ്പോഴും എന്താണ് അവരുടെ ലേറ്റന്റ് ഇൻക്ലിനേഷൻ, അവരിൽ അന്തർലീനമായ അഭിരുചി എന്താണെന്ന് കണ്ടെത്താനുള്ള മാർഗം നമുക്കില്ല. അതുകൊണ്ടാണ് ബിടെക് പഠനം കഴിഞ്ഞിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കൂടുന്നത്. അതുകൊണ്ടാണ് പി.വി. ശ്രീജേഷിനെ പോലെ എത്താവുന്ന പ്രതിഭകൾ സ്കൂളുകളിൽ എത്തുമ്പോഴും അവരുടെ ഉള്ളിൽ ഹോക്കിയുണ്ട്, ഫുട്ബോളുണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആപ്റ്റിറ്റ്യൂഡ് മാപ്പിംഗ്, അഭിരുചി കണ്ടെത്താനുള്ള ശ്രമമാണ് റാന്നി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി നാം ഏറ്റെടുക്കുന്നത്. റാന്നി നോളജ് വില്ലേജിന്റെ ഭാഗമായി ഒരു സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് റാന്നിയിൽ സ്ഥാപിതമാകുന്നുണ്ട്. 10 കോടി രൂപ അതിന് സ്ഥലം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. പക്ഷെ ആ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിലെല്ലാം ഏറ്റെടുക്കാൻ കഴിയുന്ന വലിയൊരു പ്രവർത്തനമാണ് പാത്ത്ഫൈൻഡർ. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആപ്റ്റിറ്റ്യൂഡ് മാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ +1, +2 ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരൊരു കോഴ്സ്, ഒരു സ്ട്രീം ചൂസ് ചെയ്തു. പക്ഷെ അവർക്കുള്ള സാധ്യത എന്താണ്? ഇന്നലെ വരെ പഴയകാലത്തുണ്ടായിരുന്ന സാധ്യതകളല്ല ഇന്ന്. ലോകം ഒരുപാട് സാധ്യതകളുടേതായി മാറുന്നു. ആ സാധ്യതകൾ മുഴുവൻ കുട്ടികളെ പരിചയപ്പെടുത്തുക, അവരുടെ അഭിരുചിയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വഴി അവർക്ക് കാട്ടിക്കൊടുക്കുക, അതാണ് പാത്ത്ഫൈൻഡർ എന്ന ഈ പദ്ധതി. ഞാൻ MGVHS കുന്നം സ്കൂളിൽ നിന്ന് വരുന്നു. ഞാനൊരു +1 സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത്, ഞങ്ങൾ നിൽക്കുന്നത് MSHSS റാന്നിയിലാണ്. ഇവിടെ പ്രമോദ് നാരായൺ MLA സാറിൻ്റെ ഭാഗമായി നടത്തുന്ന പാത്ത്ഫൈൻഡർ, അതായത് യുറേക്ക സയൻസ് കോൺക്ലേവ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് വളരെ പ്രയോജനകരമായിരുന്ന ഒരു സമയമായിരുന്നു. പ്രഭാത സമയം മുതൽ ഉച്ച സമയം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു സുലഭമായ നിമിഷമായിരുന്നു. കുട്ടികളുടെ ഉള്ളിലെ കഴിവുകളും അല്ലെങ്കിൽ അവർ ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നമ്മുടെ റാന്നിക്ക് കിട്ടിയിരിക്കുന്നത്. വിജ്ഞാൻ എന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പായ വീക്കാൻ സോഷ്യൽ ഇന്നോവേറ്റേഴ്സ് ആണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രമോദ് നാരായൺ MLA കുട്ടികളുമായി അനേക നേരം സംവദിച്ചു. ഡോക്ടർ ജോൺലാൽ, പ്രൊഫസർ ജിക്കു ജെയിംസ്, ഷാർജറ്റ്, PP പ്രണവ്, ആസിഫ്, സുഖായി എന്നിവർ നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, റാന്നി.